ശ്രീ ഗഗാറിൻ, ഇപ്പോൾ CPM ഈ വിഷയം തുടക്കം മുതൽ ഏറ്റെടുത്തതാണ്. ഈ വിഷയത്തിൽ MLA രാജിവെക്കണമെന്ന ആവശ്യവുമായി അവിടെ പ്രതിഷേധ പരിപാടികൾ തന്നെ നടത്തിയതാണ്. ഇപ്പോൾ IC ബാലകൃഷ്ണൻ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങി. ഈ കേസിൽ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട 3 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിലൊരു നേതാക്കളുടെയും പേരില്ലാത്തതിനെ CPIM എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇതിൽ കോൺഗ്രസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിനെ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. കോൺഗ്രസിൽ നിന്ന് ഇക്കാര്യത്തിൽ നീതി ലഭിക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ. കാരണം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു ജനപ്രതിനിധി ഉണ്ടല്ലോ, കോൺഗ്രസിൻ്റെ ഒരു MP ഉണ്ടല്ലോ ദേശീയ തലത്തിൽ. ഇവിടെ ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി MP ആയപ്പോൾ ആനയുടെ ആക്രമണത്തിൽ ആൾ മരണപ്പെട്ടപ്പോൾ AICCയുടെ ഒരു നീണ്ട നിര തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ വന്നല്ലോ. അന്ന് പ്രിയങ്ക ഗാന്ധി MP അല്ല, അവരും ഉണ്ടായിരുന്നു. ഈ പ്രിയങ്ക ഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ AICCക്കോ തങ്ങളുടെ പാർട്ടിയുടെ ഒരു ജില്ലാ ട്രഷറർ സ്വന്തം മകന് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിൽ എത്തിച്ചത് കോൺഗ്രസ് നേതാക്കളാണെന്ന് KPCC പ്രസിഡന്റിന് കത്തെഴുതിയിട്ട് ഇന്ന് വരെ ആ കുടുംബത്തിലേക്ക് AICCയുടെ ഏതെങ്കിലും ഒരു നേതാവ് വന്നു നോക്കിയോ? മാത്രമല്ല ഒരഭിപ്രായം പറഞ്ഞോ? അപ്പോൾ ആ കോൺഗ്രസിൻ്റെ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് നമ്മൾ നോക്കണ്ടല്ലോ. എഴുതി വെച്ച കത്ത്, മരണപ്പെട്ടയാൾ കോൺഗ്രസ്സിന് അരനൂറ്റാണ്ട് കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം എഴുതി വെച്ച കത്തിൽ കൃത്യമായി എൻ്റെ മരണത്തിന് ഉത്തരവാദി ഇന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കിപ്പോൾ ജാമ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്താലും ജാമ്യം കിട്ടും. അത് കേരളത്തിലും ഇന്ത്യയിലുള്ള ഈ നീതി വ്യവസ്ഥയെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നമാണ്. കാരണം ഒരു കത്തും എഴുതി വെക്കാത്ത വിഷയത്തിൽ ദിവ്യക്ക് ജാമ്യം കിട്ടിയില്ല, ജയിലിൽ കിടന്നു. ഒരു കത്തും എഴുതി വെക്കാത്ത വെറ്റിനറി കോളേജിലെ ആത്മഹത്യയിൽ വിദ്യാർത്ഥികൾ 85 ദിവസം ജയിലിൽ കിടന്നു. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, അങ്ങനെയല്ല. മരണപ്പെട്ട ആള് വളരെ കൃത്യമായി ആത്മഹത്യ ചെയ്താൽ ഇവിടെ കത്തെഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ മരണത്തിന് ഉത്തരവാദിത്വം ഇവർക്കാണെന്ന് വ്യക്തമാക്കുന്ന കത്തെഴുതി വെച്ചിട്ട് കോൺഗ്രസ് നേതൃത്വം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതികരിച്ചത്? KPCC പ്രസിഡന്റ് പറഞ്ഞില്ലേ, ആ കുടുംബത്തെ അപമാനിക്കുന്ന വിധത്തിൽ സംസാരിച്ചല്ലോ KPCC പ്രസിഡന്റ്. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് KPCC പ്രസിഡന്റ് അവരുടെ വീട്ടിൽ പോയത്? അപ്പോൾ ആ കുടുംബത്തെ കോൺഗ്രസ് സംരക്ഷിക്കുമല്ലേ എന്നുള്ളതല്ല പ്രശ്നം. കോൺഗ്രസ് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന അതിൻ്റെ ജീർണിച്ച അവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. വയനാട് ജില്ലയിൽ എത്ര ബാങ്കുകളിൽ ഇതുപോലെ പണം വാങ്ങി കോൺഗ്രസ് നേതൃത്വം എത്ര ബാങ്കിൽ പണം വാങ്ങി? വയനാട്ടിൽ കാശ് വാങ്ങി നിയമനം നടത്തിയത് ഇവർ മാത്രമാണ്. LDF ഭരിക്കുന്ന CPM ഭരിക്കുന്ന ഏതെങ്കിലും ഒരു ബാങ്കിൽ വയനാട്ടിൽ നിയമനം നടത്താൻ കോഴ വാങ്ങിയെന്ന് ഇവർക്ക് പറയാൻ വേണ്ടി കഴിയും? അതുപോലെ പറയാൻ പറ്റുമോ? അപ്പം ഒരു ബാങ്കല്ല, എത്ര ബാങ്കിൽ അങ്ങനെ നടത്തിയതിൽ 3 പേരാണ് ഇപ്പോൾ പ്രതിയായി വന്നിട്ടുള്ളത്. 3 പേര്. ഇനിയുണ്ട് ആള്, കാശ് വാങ്ങിയവർ ഇനിയും വരണ്ടേ പുറത്ത്, അന്വേഷണത്തിൽ വരുമായിരിക്കാം. 3 പേരാണ് പ്രതികളായിട്ടുള്ളത്. ആ 3 പേർക്കാണ് ജാമ്യം കൊടുത്തത്. ഇവരെല്ലാം അറിഞ്ഞിട്ടുണ്ട്. വസ്തുതാപരമായി പരിശോധിച്ചാൽ അറിയാം. ഇവർ തന്നെ ഈ മുമ്പ് KPCC അന്വേഷണം നടത്തിയിട്ട് ചില നടപടികൾ KPCC സ്വീകരിച്ചിരുന്നു ചില ആളുകളുടെ പേരിൽ. ആ നടപടികൾ സ്വീകരിച്ച കാലത്ത് കാശ് വാങ്ങി വീതം വെച്ചവരുടെ യോഗം DCC വിളിച്ചിട്ടുണ്ട്. വസ്തുതാപരമായി അന്വേഷിച്ച് അതിന് തെളിവ് കിട്ടും. ആ DCC വിളിച്ച യോഗത്തിൽ ഈ IC ബാലകൃഷ്ണൻ MLA പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ആ യോഗത്തിൽ പറഞ്ഞ വാചകം എന്ന് പറയുന്നത്, ഞാൻ ആരോടും നേരിട്ട് കാശ് വാങ്ങിയിട്ടില്ല, വാങ്ങിയവർക്ക് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ആ യോഗത്തിൽ ഇറങ്ങിപ്പോയി എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളാരും പറഞ്ഞല്ല, കോൺഗ്രസ്സുകാർ. നിങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ കോൺഗ്രസ്സിന് മണ്ഡലം കമ്മിറ്റി യോഗം വിളിക്കാം, ബ്ലോക്ക് കമ്മിറ്റി യോഗം വിളിക്കാം, ബൂത്ത് കമ്മിറ്റി യോഗം വിളിക്കാം, DCC KPCC യോഗം വിളിക്കാം. കാശ് വാങ്ങിയവരുടെ കൂട്ടായ്മ വിളിച്ചു ചേർത്ത ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയായിരിക്കും കോൺഗ്രസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി? കാശ് വാങ്ങിയിട്ട് നിയമനം നടത്താൻ കഴിയാതെ വന്നപ്പോൾ, ആളുകൾ പ്രശ്നമുണ്ടാക്കി തുടങ്ങിയപ്പോൾ ആ കാശിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഒരു പാർട്ടി യോഗം വിളിച്ചു, കാശ് വാങ്ങിയവരുടെ യോഗം.
ഇതെല്ലാം വയനാട്ടിൽ നടന്നതാണ്. എന്നിട്ടും അവർക്ക് യാതൊരു ജാള്യതയില്ല എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഒരു തവണ അന്വേഷണ സമിതി ഉണ്ടാക്കി. അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം 3 പേർക്കെതിരെ നടപടിയെടുത്തു അല്ലേ? ഈ ഗോപിനാഥിനെയും സണ്ണി ജോർജിനെയും PV ബാലചന്ദ്രൻ അല്ലേ? PV ബാലചന്ദ്രന്റെ കാര്യത്തിലും നടപടിയെടുക്കുകയാണല്ലേ ചെയ്തത്. പക്ഷെ പിന്നീട് PV ബാലചന്ദ്രൻ എങ്ങനെയാണ് CPM-മായി സഹകരിച്ചത്? എങ്ങനെയാണ്? അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. PV ബാലചന്ദ്രന്റെ പേരിൽ അന്ന് നടപടിയെടുത്ത് ഞങ്ങൾക്ക് അറിയില്ല. ഉണ്ട്, നടപടിയെടുത്തിട്ടുണ്ട്. അതെന്താ അറിയാത്തത്? ആ 3 പേർക്കെതിരെ ഒരുമിച്ചല്ലേ ഉണ്ടായത്? അതെങ്ങനെയാ ബാലചന്ദ്രൻ CPM-മായി പിന്നീട് സഹകരിക്കുക? എന്ത് ആരോപണത്തിന്റെ പേരിലാണ് അദ്ദേഹം പുറത്താക്കപ്പെട്ടതെന്ന് CPM പരിശോധിച്ചില്ലേ? അല്ല, CPM-മായി അദ്ദേഹം സഹകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് CPM-ന്റെ വന്നതിന് ശേഷം അയാൾ ഇതുപോലത്തെ ഒരു നടപടിക്കും നിന്നായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെയല്ലേ? അതിനു മുൻപ് ആ നടപടിക്ക് വിധേയനായതാണ്. പാർട്ടി തന്നെ കൂട്ടായി അല്ലല്ല VP രാജശേഖരന്റെ നേതൃത്വത്തിലായിരുന്നല്ലോ അന്വേഷണ സമിതി അല്ലേ? ആ അന്വേഷണ സമിതി അന്വേഷണം നടത്തിയ ശേഷം ഗോപിനാഥിനെയും സണ്ണി ജോർജിനെയും PV ബാലചന്ദ്രനെയും നടപടി ആവശ്യപ്പെട്ടു. ഇവരെ സസ്പെൻഡും ചെയ്തു. അല്ല, ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ അന്വേഷണ സമിതി എന്താ തീരുമാനിച്ചത്? കോൺഗ്രസ്സുകാർക്കല്ലേ നന്നായിട്ട് അറിയാം. എനിക്ക് കറക്റ്റ് അറിയില്ലല്ലോ. അതെന്ത് വർത്തമാനാണ്? റിപ്പോർട്ടിനെ സംബന്ധിച്ച് എനിക്ക് കറക്റ്റ് അറിയില്ല. അല്ലല്ല, സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളെ CPM-ലേക്ക് എടുക്കുമ്പോൾ അതേ വിഷയത്തിൽ ഒരു നേതാവ് ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്ന, പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അല്ല, ഞങ്ങളെ ഒരു പ്രതിരോധം ആക്കൂല. അതിന്റെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ പത്രസമ്മേളനം നടത്തി കൃത്യമായി പറഞ്ഞു. അല്ല, ആ ഡോക്ടർ വളരെ കൃത്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ അഴിമതിയിൽ ഒരു കാശും വാങ്ങാത്ത എന്റെ പേരിൽ നടപടിയെടുത്തു. എന്തുകൊണ്ട് നടപടിയെടുത്തു? അല്ല, KP തോമസ് അല്ല. അതിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറാണ്. അയാളെ പേരിലാണ് നടപടിയെടുത്തത്. ആദ്യം അയാൾ കൃത്യമായി പറഞ്ഞു, ഞാൻ ഇവർ കാശ് വാങ്ങിയ ആളുകൾക്ക് ജോലി കൊടുക്കാൻ ഞാൻ സന്നദ്ധത കാണിക്കാത്തത് കൊണ്ടാണ് ഈ അന്വേഷണ കമ്മീഷൻ എന്റെ പേരിൽ നടപടിയെടുത്തതെന്ന് അയാൾ പറഞ്ഞത്. അയാൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, KP തോമസ് അല്ല. അദ്ദേഹത്തിന്റെ പേരിലല്ല ഇവർ നടപടിയെടുത്തത്. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് ഡോക്ടർ സണ്ണിയാണ്. പറയട്ടെ. അങ്ങനെയല്ലാതെ ഡോക്ടർ സണ്ണി എന്ന് പറയുന്ന അയാളായിരുന്നു ഇവരുടെ ചെയർമാൻ. ശരി, അദ്ദേഹം കൃത്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവര് കാശ് വാങ്ങിയതിൽ. ശ്രീ ഗഗാറിൻ, ഒന്ന് കേൾക്കാം. അല്ല, അതായത് താങ്കൾ മനസ്സിലാക്കേണ്ടത് സണ്ണി പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്ന് എടുത്തു. സണ്ണിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ചില കാര്യങ്ങളുണ്ട്, ഒന്ന് കേൾക്കൂ. സണ്ണിയിലേക്ക് എത്തുന്നതിന് മുമ്പ് KP തോമസിനെയാണ് അവിടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. എന്നിട്ട് 8 പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ നേരത്തെ 22 പോസ്റ്റുകൾ ഉണ്ടല്ലോ, കൊടുക്കാൻ പറ്റാതിരുന്ന 22 പോസ്റ്റ്, അതിൽ കുറച്ച് പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 8 പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ പറയുന്ന KP തോമസ്, അദ്ദേഹം സത്യസന്ധനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പരീക്ഷ നടത്തിയിട്ടേ പറ്റൂ, ആളുകളെ കയറ്റാൻ പറ്റൂ എന്ന്. അപ്പോൾ എന്തു ചെയ്തു? കോൺഗ്രസിന്റെ ഭരണസമിതി തന്നെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് കോൺഗ്രസ് കൊണ്ടുവന്ന KP തോമസിനെ ഒഴിവാക്കി. എന്നിട്ട് ആരെ കൊണ്ടുവന്നു? ഡോക്ടർ സണ്ണി ജോർജിനെ പ്രസിഡന്റാക്കി. അപ്പോൾ ഡോക്ടർ സണ്ണി ജോർജ് ചൊൽപ്പടിക്ക് നിൽക്കുമെന്ന് കരുതി. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് IC ബാലകൃഷ്ണൻ ലിസ്റ്റ് കൊടുത്തു, ടിക്ക് ചെയ്ത് ലിസ്റ്റ് കൊടുത്തു. അത് പക്ഷേ ഈ പറഞ്ഞ ഡോക്ടർ സണ്ണി ജോർജ് അത് അംഗീകരിച്ചില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഇപ്പോൾ മരിച്ചുപോയ, ഇപ്പോൾ CPM-ന് അടുത്തു എന്ന് പറയുന്ന മുൻ DCC പ്രസിഡന്റ് PV ബാലചന്ദ്രന്റെ സഹായം തേടി. എന്നിട്ട് IC പറയും പോലെ വേണ്ട, ആദ്യ റാങ്ക് ലിസ്റ്റിലെ 7 പേരെ നിയമിക്കാമെന്ന് തീരുമാനമാകുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് കൃത്യമായി നിയമിക്കുകയാണെന്ന്. അങ്ങനെയല്ല. ആ റാങ്ക് ലിസ്റ്റിലെ ആദ്യത്തെ 7 പേർക്ക് നിയമനം കൊടുക്കുന്നു. പക്ഷെ അവരുടെ അടുത്തുനിന്ന് ഈ പറയുന്ന, താങ്കൾ പറയുന്ന സത്യസന്ധനായ ഡോക്ടർ സണ്ണി ജോർജും ഈ പറയുന്ന PV ബാലചന്ദ്രനും പണം വാങ്ങി. അതും 10 ലക്ഷത്തിന് മുകളിലാണ്. എന്നിട്ട് നിയമനം കൊടുത്തു. പക്ഷേ ബാങ്കിലേക്ക് പോയപ്പോൾ ആ കേസും പൊളിഞ്ഞു, അല്ല കോടതിയിലേക്ക് പോയപ്പോൾ അതും പൊളിഞ്ഞു. ആ നിയമനവും പൊളിയുകയാണ് ഉണ്ടായത്. അപ്പോൾ താങ്കൾ പറഞ്ഞ സത്യസന്ധനായ ഈ പറയുന്ന ഡോക്ടർ സണ്ണി ജോർജിന്റെ പേരിലും ഈ ആരോപണമുണ്ട്. PV ബാലചന്ദ്രന്റെ പേരിലും ആരോപണമുണ്ട്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഈ PV ബാലചന്ദ്രൻ ഈ ആരോപണ ശേഷം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ PV ബാലചന്ദ്രനും സണ്ണി ജോർജിനെതിരെ എന്തുകൊണ്ടാണ് പാർട്ടി നടപടി എടുത്തത്? പാർട്ടിയുടെ ചൊൽപ്പടിക്ക് നിന്നില്ല, പക്ഷെ അവരും വാങ്ങിയിട്ടുണ്ട് അവരുടെ സ്വന്തം നിലയ്ക്ക്. അപ്പോൾ അതിലൊരാളെയാണ് നിങ്ങൾ സഹകരിപ്പിച്ചത്. അപ്പോൾ അതിലെന്തെങ്കിലും ന്യായീകരണമുണ്ടോ എന്നതായിരുന്നു എൻ്റെ ചോദ്യം.
അല്ലല്ല, ഞങ്ങൾ ഒരാളെയും അയാളെ ഈ ഇത്തരത്തിലുള്ളൊരു കേസിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അയാളെ സംരക്ഷിക്കാൻ ഞങ്ങളൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അയാൾ കോൺഗ്രസിൽ നിന്നപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെ പറയാനാണ് ഞങ്ങൾ തയ്യാറായത്. ഈ കാര്യങ്ങൾ അന്ന് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട ഒരാൾ പോലും പരാതി കൊടുക്കാൻ ഞങ്ങൾ വലിയ ശ്രമം നടത്തിയാണ്. പരാതി കൊടുക്കാൻ ഒരാൾ പോലും സന്നദ്ധത കാണിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ള ശ്രമം പരാജയപ്പെട്ടു പോയിട്ടുള്ളത്. ഞങ്ങൾക്കത് വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. കാരണം വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ഈ കാശ് കൊടുത്തിട്ടുള്ള ആളുകളെല്ലാം കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കളുമായി പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് കാശ് കൊടുത്തത്. ആ കാശ് കൊടുത്ത ആളുകൾ ആരും പരാതിയുമായി മുന്നോട്ട് വരാൻ സന്നദ്ധത കാണിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടു പോയത്. തീർച്ചയായും അതൊരു സൗകര്യമായി കരുതി എന്നുള്ളതാണ് പാർട്ടി. അല്ല, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സണ്ണി ഈ കാര്യത്തിൽ എത്രമാത്രം സത്യസന്ധനാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സണ്ണി പത്രസമ്മേളനം നടത്തി, ഡോക്ടർ സണ്ണി പത്രസമ്മേളനം നടത്തി സംഭവം വന്നതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സണ്ണി ഇതിൽ പ്രതിയാണെങ്കിൽ കാശ് വാങ്ങിയിട്ടുണ്ട് എന്ന് കൃത്യമായി അറിയെങ്കിൽ അയാൾ പ്രതിയാവുന്നതിനോട് ഞങ്ങൾക്കൊരു യോജിപ്പില്ല. ഞങ്ങളൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഗോപിനാഥ മാഷ് ഇന്നലെ ഒരു പത്രക്കാരോടൊരു കാര്യം പറഞ്ഞു. ഗോപിനാഥ മാഷ് പറഞ്ഞതെന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കളെല്ലാം പാർട്ടി നേതൃത്വത്തിലേക്ക് വന്ന് സമ്പത്തുണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തി അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ശ്രമമാണ് വയനാട്ടിൽ നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ അതിന് ഇന്നലെ തന്നെ ഞങ്ങൾ ബത്തേരിയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഗോപിനാഥ മാഷ് അറിയാതെ ഇതിലൊരു അഴിമതി നടന്നിട്ടില്ല. ബത്തേരി സർവീസ് സഹകരണ ബാങ്കിലായാലും അർബൻ ബാങ്കിലായാലും കാർഷിക വികസന ബാങ്കിലായാലും ഈ അഴിമതികളിലെല്ലാം, ഈ കോഴ വാങ്ങുന്നതിലെല്ലാം എങ്ങനെ വാങ്ങണമെന്നും എത്ര പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നും കൃത്യമായിട്ട് അറിയുന്ന അതിന്റെ മാസ്റ്റർ ബിരുദം എടുത്ത ആളാണ് ഗോപിനാഥ മാഷ്. ആ ഗോപിനാഥ മാഷ് അന്നലെ പറയുന്നത് കോൺഗ്രസ് നേതാക്കളെല്ലാം ഇങ്ങനെ അഴിമതി നടത്തി സ്വന്തം ഞാൻ പറയുന്നത് ഇല്ല. അല്ലല്ല, ഞങ്ങൾക്ക് ഗോപിനാഥ മാഷായാലും ഐ സി ബാലകൃഷ്ണൻ, ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസ്സിൽ അയാളൊരു ജനപ്രതിനിധിയല്ലേ? പ്രോട്ടോക്കോൾ അനുസരിച്ച്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അയാളുടെ സ്ഥാനം എത്ര ഉയർന്നതാണ്? കോൺഗ്രസ്സിനകത്ത് ഇത്രയും ജീർണിച്ച കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ എതിർക്കേണ്ട ഒരാൾ അതിൻ്റെ കൂടെ നടന്നു ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ തന്നെ അയാൾ ഒരു ജനപ്രതിയായിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? അതല്ലേ നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കുന്നതിന് പകരം നമ്മൾ മറ്റു പലതുമായി കണക്ട് ചെയ്ത് അവരെ രക്ഷപ്പെടുത്താനല്ലേ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത്. ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.